നമസ്കാരം. സുരഞ്ജനയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒരു പ്രാണായാമയെക്കുറിച്ചാണ്. ഈ പ്രാണായാമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര സ്ട്രെസ്ഫുൾ ആയുള്ളൊരു കണ്ടീഷനിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാണായാമ തന്നെയാണിത്. യോഗ അറിയാവുന്നവർക്ക് എല്ലാവർക്കും തന്നെ അറിയാം പ്രാണായാമയുടെ പ്രാധാന്യം. പലതരത്തിലുള്ള പ്രാണായാമകളുണ്ട്. അതിൽ നമ്മൾ പറയാൻ പോകുന്നത് ഭ്രമരി പ്രാണായാമയെക്കുറിച്ചാണ്. ഭ്രമരി പ്രാണായാമയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഏതൊരു സ്ട്രെസ്ഫുൾ കണ്ടീഷനിലും നമുക്ക് ഇത് ആ സ്ട്രെസ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാണായാമയാണിത്. എത്ര നെഗറ്റീവ് തോട്ട്സ് നമുക്ക് ഉണ്ടായാലും ആ നെഗറ്റീവ് തോട്ട്സിനെ മാറ്റി നിർത്താൻ ഈ പ്രാണായാമം നമ്മളെ സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നല്ലേ? അതായത് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ കേൾക്കുന്നതിനെക്കുറിച്ചും കാണുന്നതിനെക്കുറിച്ചും മാത്രമാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉള്ളിൽ നിന്ന് നെഗറ്റീവ് തോട്ട്സ് എടുത്തിട്ട് വരിക. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ആദ്യം ഈ പ്രാണായാമയിൽ ചെയ്യുന്നതും അതുതന്നെയാണ്. ഈ വാതിലുകൾ അടയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. ആദ്യം കേൾക്കുന്നതിനെ അടയ്ക്കുക, അതായത് ചെവി അടച്ചു വയ്ക്കുക. പുറത്തുനിന്ന് ഒരു സൗണ്ടും കേൾക്കാത്ത വണ്ണമാണ് നമ്മൾ ആ ചെവി അടച്ചു വയ്ക്കുക. പിന്നീടുള്ളത് കാണുന്നതിനെ കുറിച്ചാണ്. കാണുന്നതിന് നമ്മൾ കണ്ണ് അടച്ചു വയ്ക്കുക. അപ്പോൾ ഈ രണ്ട് ഡിസ്റ്റർബൻസും നമ്മുടെ മനസ്സിൽ നിന്നും മായുകയാണ്. പിന്നെ ആ ഒരു തോട്ട്സ് നമുക്ക് ഉണ്ടാവില്ല. അടുത്തത് എന്ന് പറയുന്നത് നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന ചിന്തകളാണ്. ഈ ചിന്തകളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഇൻഹലേഷന് പുറമേ നമ്മളൊരു ഹണിബി സൗണ്ട് പോലെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂളിക ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ദേവാലയങ്ങളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മണിയുടെ സൗണ്ട് കിട്ടുകയോ പെട്ടെന്ന് അവർ മണി അടിക്കുമ്പോൾ നമുക്ക് വേറെ ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ വേറെ ഒന്നും ഓർമ്മയുണ്ടാവില്ല. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ചെവിയിലേക്ക് ഒരു ഈച്ച മൂളുകയോ അല്ലെങ്കിൽ ഒരു തേനീച്ച മൂളുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് എന്താണ് ചിന്തിച്ചത് എന്ന്, ആ തൊട്ട് മുമ്പ് എന്താണ് ചിന്തിച്ചത് എന്ന് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടാവില്ല. അതുപോലെ ഈ വരുന്ന ചിന്തകളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു സൗണ്ട് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണ് നമ്മളുടെ ചിന്തകളെ ഒഴിവാക്കാനായിട്ട്. ഇങ്ങനെയുള്ള ചിന്തകളെ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മൾ ആ നെഗറ്റീവ് തോട്ട്സ് മാറുകയും ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് തോട്ട്സുകൾ ഇല്ലാത്ത ഒരു സ്റ്റേജിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇത് ചെയ്യുന്നത് മൂലം, കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുന്നത് മൂലം നമ്മുടെ ഉറക്കം കുറവുണ്ടാകുന്നത് മാറും എന്നാണ് പറയാം. കാരണം നമുക്ക് എപ്പോഴും ഉറക്കക്കുറവുണ്ടാകുന്നതിന് മെയിൻ കാരണം സ്ട്രെസ്സാണ്. ഇങ്ങനെയുള്ള സ്ട്രെസ്സ് ഈ കണ്ടിന്യൂസ് തോട്ട്സുകൾ ഇല്ലാത്തൊരു സ്റ്റേജിലാവുമ്പോൾ അതിന് റിക്കവർ ആവാനായിട്ട് സഹായിക്കും. രണ്ടാമത്, മെഡിറ്റേഷൻ ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് മെഡിറ്റേഷന് മുമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാണായാമ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഭ്രാമരി തന്നെയാണ്. മറ്റു പ്രാണായാമങ്ങളിൽ നിന്നും നമ്മളെ ചിന്തകളെ പെട്ടെന്ന് മാറ്റി നിർത്താൻ സഹായിക്കുന്ന ഈ പ്രാണായാമയാണ്. അതുകൊണ്ട് തന്നെ മെഡിറ്റേഷൻ ഹൈ ലെവലിലേക്ക് പോകാനും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ചിന്തകൾ കാരണം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊരു കുറച്ച് സമയം ഒരിടത്തിരിക്കാനോ അവിടുന്ന് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് പോകാനുള്ള ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാർക്കും ഈ പ്രാണായാമം ഉപകാരപ്രദപ്പെടുന്നു. നമുക്കെങ്ങനെ ഭ്രമരി പ്രാക്ടീസ് ചെയ്യാം എന്ന് നോക്കാം. പ്രാണായാമം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മെഡിറ്റേറ്റീവ് പോസ്റ്റർ തിരഞ്ഞെടുക്കാവുന്നതാണ്. വജ്രാസനയോ അല്ലെങ്കിൽ പത്മാസനയോ അർദ്ധപത്മാസനയോ സുഖാസനയോ ഏതാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. അതിനുശേഷം കറക്റ്റായിട്ട് ആ പോസ്റ്റർ ഇരിക്കുക. നമ്മളുടെ ഏത് പോസ്റ്ററാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ പോസ്റ്ററിൽ നമ്മൾ നടുന്നുവർന്ന് നേരെ വേണം ഇരിക്കാനായിട്ട്. നമ്മളുടെ ശ്വാസം കൃത്യമായി ഒരു തടസ്സമില്ലാതെ ഫ്ലോ ഉണ്ടാവണം. ഒരു ശ്വാസത്തിനൊരു തടസ്സം ഉണ്ടാകാൻ പാടില്ല. അപ്പം കണ്ണുകൾ അടയ്ക്കുക. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു എങ്ങനെ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന്. ആദ്യം കണ്ണുകൾ അടയ്ക്കുക എന്ന് പറഞ്ഞു. പുറത്തുനിന്നുള്ള ആ ചിന്തകളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ണുകൾ അടച്ചു. അതൊക്കെ ചെവി അടയ്ക്കുക. ഓക്കെ, ചെവി അടയ്ക്കുക. നമുക്ക് രണ്ട് രീതിയിൽ ചെവി അടയ്ക്കാൻ പറ്റും. ഒന്ന് നമ്മുടെ തള്ളവിരൽ കൊണ്ടിട്ട് ഇങ്ങനെ, അതായത് ഇത് നമ്മളുടെ എല്ലാ ഫേഷ്യൽ നെർവ്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മളുടെ ഈ ഭാഗങ്ങളിലേക്ക് വരുന്ന എല്ലാ ഫേഷ്യൽ നെർവ്സിനെയും റെപ്രസെൻറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ചൂണ്ടുവിരലുകൾ മാത്രം ഉപയോഗിച്ച് ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, കണ്ണുകൾ അടച്ച് നന്നായി ശ്വാസം എടുക്കുക. എക്സേൽ ചെയ്യുമ്പോൾ ഹണിബി സൗണ്ട് ത്രോട്ടിൽ നിന്നാണ് വരേണ്ടത്. ഓക്കെ, ഇൻഹേൽ
ആവശ്യമെങ്കിലും കിടക്കുന്നതിന് മുമ്പ് ചെയ്യുന്നത് ഉറക്കം നന്നായിട്ട് വരുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അന്നത്തെ ദിവസം നല്ല എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.